സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ആമേൻ ചിന്തിച്ചതുപോലെ തന്നെ ആമേൻ ദൈവവചനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ചില മർമ്മങ്ങളെ ഇന്ന് പ്രഭാതത്തിലും ചിന്തിച്ച് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആമേൻ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥ ഹൃദയത്തോടെ ആമേൻ ഈ പ്രഭാതത്തില് ആമേൻ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ആമേൻ സ്വാഗതം ചെയ്യുന്നു. വേഗത്തില് ആമേൻ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വേദഭാഗം ആമേൻ അപ്പോസ്തല പ്രവൃത്തി തന്നെയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ ആമേൻ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ പറയുവാനിട്ടിടയായിത്തീർന്നു. ഈ പ്രഭാതത്തിലും കർത്താവ് എന്നോട് കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ച ഒരു വിഷയമാണ് ആമേൻ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം ആക്ട് 12:10. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെന്നു ഇരുമ്പ് വാതിക്കൽ എത്തി. അതവർ സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു വേദശകലമാണ് നമ്മൾ വായിച്ചത്. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്നു ഇരുമ്പ് വാതിക്കൽ എത്തി. ആമേൻ. അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ്. ആമേൻ. ഇനി എന്ത്? ദൂതൻ ഉണ്ടെങ്കിൽ ആമേൻ, ദൂതൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രഭാതത്തിൽ ഒരു ദൂതായിട്ട് ഞാൻ അറിയിപ്പിക്കുകയാണ്. ആമേൻ. എവിടെയാണോ സ്ട്രക്കായിട്ട് നിൽക്കുന്നത് ആ സ്ട്രക്കിനെ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ലോക്കിനെ തുറക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ അതിനെ ഏറ്റെടുത്തോണം. എവിടെയാണ് നമ്മൾ പോയി നിൽക്കുന്നത്? ദൂതൻ തന്നെയാണ് നമ്മളെ ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് നയിച്ചത്. പക്ഷെ മുൻപിൽ ഒരു തടസ്സം കണ്ടപ്പോൾ നമ്മുടെ ഹൃദയം വല്ലാണ്ട് ഭാരപ്പെട്ടു. ഇനി എന്തെന്നുള്ളൊരു ചിന്തയാണ്. ആമേൻ ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുകയാണ്, ആമേൻ, ഞാനാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചതെങ്കിൽ ആമേൻ അടുത്തതിനെയും ഓപ്പൺ ചെയ്തു തരാൻ എനിക്ക് കഴിയും. ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ടൊരു ദൂതായിട്ട് അറിയിപ്പിക്കുന്നു. ആമേൻ, നിന്റെ മുൻപിൽ തുറക്കാത്തതിനെയും തുറക്കുന്ന ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പ്രഭാതത്തിൽ ആമേൻ കർത്താവിനോട് പറയുന്നു. അത് തുറക്കപ്പെടാൻ പോകുന്നു. അതേത് മേഖലയായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആത്മീയതയായിക്കോട്ടെ, ആമേൻ എവിടെയൊക്കെയാണോ സ്റ്റക്കായിട്ട് കിടക്കുന്നത്, ഏതൊക്കെ മേഖലയ്ക്കകത്ത് സ്റ്റക്കായിട്ട് കിടക്കുന്നത്, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു അത് തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ തുറന്നത് മറ്റൊന്നുമല്ല, പട്ടണത്തിന്റെ വാതിലാണ് തുറന്നത്. ആമേൻ. പട്ടണത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ നിനക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴി ഓപ്പണായി എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് പറയുന്നു, തുറക്കപ്പെട്ട ചില കാരാഗ്രഹങ്ങളെ കുറിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയുന്നു. തുറക്കപ്പെട്ട കാരാഗ്രഹങ്ങൾ ഹല്ലേലൂയ അടച്ച് ബന്ധിച്ച് നിർത്തി ാണ്. പക്ഷേ ആമേൻ ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ആമേൻ കർത്താവ് പറയുന്നു, ആമേൻ അതിനകത്തുനിന്ന് നീ പുറത്തു വരിക തന്നെ ചെയ്യും. ആരൊക്കെ നിന്നെ അതിനകത്ത് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, ആരൊക്കെ നമ്മളെ അതിനകത്തിൽ ബന്ധിക്കാൻ ശ്രമിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഒരൊറ്റ വേടാണ്, നീ പുറത്തു വരും. ആമേൻ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ പുറത്തു വന്നിരിക്കും. ആമേൻ. ഏത് പ്രതികൂലത്തിനകത്ത് കൊണ്ടകത്തിട്ടാലും ആമേൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവാണോ പ്രവർത്തിക്കുന്നത് എങ്കിൽ നീ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. ആരൊക്കെയോ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രഭാതം അതിനുവേണ്ടിയുള്ളതാണ്. ആമേൻ ഹല്ലേലൂയ. തുറക്കപ്പെട്ട കാരാഗ്രഹങ്ങൾ കാണാൻ പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനാലല്ല, ആമേൻ ആമേൻ ഈ ലോകത്തിന്റെ ശക്തികളാൽ, അന്ധകാരത്തിന്റെ ശക്തികളാൽ അടയപ്പെട്ട നിന്റെ വാതിലിനെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ പരിശുദ്ധാത്മാവിനാൽ അത് തുറക്കപ്പെടാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് വളരെ ശക്തമായിട്ട് ഒരു ദൂത് അറിയിപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. 1-2 വാതിലുകളെ കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 41 വാസ് ആമേൻ ഹല്ലേലൂയ അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു.
അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നും ഇറക്കി. അവനെ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ആമേൻ, സ്തോത്രം. എവിടെ നിന്നാണ് ഇറക്കിയത്? കുണ്ടറയ്ക്കകത്ത് നിന്നും. എന്ന് വെച്ചാൽ ആമേൻ, കാരാഗ്രഹത്തിനകത്തു നിന്ന് ഇറക്കി. കാരാഗ്രഹത്തിനകത്തു നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ അവന്റെ ആ വസ്ത്രങ്ങളെല്ലാം മാറ്റി, അവന്റെ ഷേപ്പിനെ അവർ ചേഞ്ച് ചെയ്തു. കാരണം അവൻ ഇനി പോകാൻ പോകുന്നത് ആമേൻ കൊട്ടാരത്തിന്റെ അകത്തേക്കാണ്. എവിടെയാണോ നീ ആമേൻ അടയപ്പെട്ടത്, എവിടെയാണോ നിന്റെ ജീവിതം അടയപ്പെട്ടത്, അവിടെ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്കുള്ളൊരു മൂവ്മെന്റിന് ഈ പ്രഭാതത്തിൽ ഒരുങ്ങിക്കൊള്ളുക എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യോസഫിനെ കുണ്ടറയ്ക്കകത്തിടാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ എന്നാൽ കുണ്ടറയ്ക്കകത്തു നിന്നും, അതേ വിഷയത്തിനകത്തു നിന്നും ആമേൻ, ഹല്ലേലൂയ, തന്റെ സഹോദരങ്ങളാൽ സ്വപ്നത്തിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ തന്നെ തന്റെ ഭവനത്തിനകത്തു നിന്നും പുറത്താക്കി. ആമേൻ, ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം തന്റെ ജീവിതത്തിനകത്ത് മുഴുവനും സ്ട്രഗിളുകളായിരുന്നു. ആ സ്ട്രഗിളുകളകത്തൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോഴും ആമേൻ, ഹല്ലേലൂയ, തന്നെ ഏൽപ്പിച്ച ദൈവിക പദ്ധതിക്കകത്ത് നിൽക്കുവാൻ അവൻ ഒട്ടും മടി കാണിച്ചില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, യോസഫിനെ ഉയർത്തിയ ദൈവം, യോസഫിനെ എവിടെയാണോ യോസഫിനെ ബന്ധിച്ചത്, എവിടെയാണോ യോസഫിനെ തകർക്കാൻ ശ്രമിച്ചത്, അവിടെ നിന്ന് ആമേൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ആമേൻ ഉയർത്തി എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ നീ അടയപ്പെട്ട കല്ലറയ്ക്കകത്താണോ, അടയപ്പെട്ട ആമേൻ തുറങ്കലിനകത്താണോ കിടക്കുന്നത് എങ്കിൽ സ്വർഗം നമ്മളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ വളരെ ശക്തിയോടെ ഒരു ദൂതറിയിപ്പിച്ച് ആമേൻ, ഹല്ലേലൂയ, നിന്നെ പ്രമോഷനിലേക്ക് കൊണ്ടുപോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയും. ഈ പ്രഭാതം ഏറ്റെടുത്തോണം. ഹല്ലേലൂയ, ഒരു പ്രമോഷന്റെ പദവി ആമേൻ, ഹല്ലേലൂയ, നിന്നെ തേടി വരുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഒരു അപ്ഗ്രേഡേഷൻ നടക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ഈ ദൂതിനെ ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. തുറക്കപ്പെട്ട കല്ലറയ്ക്കകത്തൊന്നും ഒരു അപ്ഗ്രേഡേഷൻ നടന്നത് മറ്റെങ്ങോട്ടുമല്ല, ഫറവോന്റെ അരികിലേക്കാണ് യോസഫിന് ആമേൻ കിട്ടിയത്. തുറന്ന് പുറത്തേക്കല്ല വിട്ടത്. ആമേൻ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുൻപിലേക്ക് പഴയ അടിമപ്പണി ചെയ്യാനല്ല വിട്ടത്. പിന്നെയോ അടുത്ത പ്രമോഷൻ നടന്നത് എവിടെയാണെന്നറിയാമോ? ഫറവോന്റെ അടുത്തേക്കാണ് വിട്ടത്. എന്തിനാ കാരണം? ഹല്ലേലൂയ, അതിന്റെ 15-ാമത്തെ വാക്യം പറയുന്നു, ഫറവോൻ യോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂതിനെ കൂടെ ദൈവാത്മാവ് എന്നോട് പകരപ്പെടാൻ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചില ഏരിയയ്ക്കകത്ത് നിന്നെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടും. അപ്പോൾ അവിടെ നിന്റെ വിഷയത്തിനകത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പേര് തന്നെ അവിടെ സജീഷം ചെയ്യപ്പെടും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആരെ കൊണ്ടും അത് ചെയ്യാൻ കഴിയത്തില്ല, ആരെ കൊണ്ടും അതിന് ഉത്തരം പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു മേഖലയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം ആമേൻ തമ്പുരാൻ നിന്നെ വിളിച്ച് അതിനകത്ത് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കയറ്റാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂതിനെ കൈമാറ്റം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. ചില ദൈവമക്കളോടുള്ള അതിശക്തമായിട്ടുള്ളൊരു ദൂതാണ് ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആർക്കും ചെയ്യാൻ പറ്റാത്തത് നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യാൻ പോവാ. ആർക്കും ചെയ്യാൻ പറ്റാത്തത് നിന്റെ കരത്തിലൂടെ കർത്താവ് ചെയ്യും. കാരണം അത് നീ തന്നെ ചെയ്തെങ്കിലേ മതിയാകത്തുള്ളൂ. ഇത് തന്നെയല്ലേ യോസഫിനോടും പറഞ്ഞത്? ആമേൻ, ഹല്ലേലൂയ. അവിടെ അനേകരുണ്ടായിരുന്നായിരിക്കാം, ഒരു കൊട്ടാരമല്ലേ, അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ആർക്കും ചെയ്യാൻ കഴിയാത്തത്, ആരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ കഴിയാത്തത്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, യോസഫിലൂടെ ദൈവം അതിനവനെ കാണിച്ചു കൊടുത്തു. ഇന്ന് പ്രഭാതത്തിൽ പറവൻ പറഞ്ഞു യോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ചിലത് കേട്ടത് ആമേൻ അത് നിവർത്തീകരിക്കാൻ പോവാ. ആമേൻ. ഈ പ്രഭാതത്തിൽ എന്നോട് തമ്പുരാന്റെ അരുളപ്പാട് ഇങ്ങനെയാണ്, ചിലത് കേട്ടത് നിവർത്തീകരിക്കാൻ പോവുകയാണ്. നിന്നിലൂടെയുള്ള ശുശ്രൂഷ അത് നിന്നിലൂടെ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ചില പട്ടണങ്ങൾക്കകത്ത് നീ കടന്നു ചെല്ലുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നിലൂടെയുള്ള
ശുശ്രൂഷയാണോ അത് നിന്നിലൂടെ മാത്രമേ അത് നിവർത്തീകരിക്കത്തുള്ളൂ. ഒരുപക്ഷെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിനകത്ത് നിന്നെ കൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്തെടുക്കാനുണ്ടോ എങ്കിൽ അങ്ങനെ തന്നെ അത് സംഭവിക്കത്തുള്ളൂ. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ ചില ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ അസാധാരണമായൊരു ദൂതാണ് ആമേൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കപ്പെട്ടത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഇന്ന് നമ്മളോട് വളരെ ശക്തമായിട്ട് മറ്റൊരു കാരാഗ്രഹത്തെ കുറിച്ച് നമ്മളോട് പറയപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ആക്ട് ആമേൻ 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ആമേൻ ഹല്ലേലൂയ. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം കൂടി വന്നു. കൂടി രോഗികളെയും അശുദ്ധാത്മാക്കളെ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരെയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ആമേൻ ഹല്ലേലൂയ. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ആമേൻ ഹല്ലേലൂയ. ശരീരം അടയ്ക്കപ്പെടുകയാണ്. ആമേൻ. അതൊരു മറ്റൊരു കാരാഗ്രഹമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യനാൽ അവന്റെ ശരീരത്തെ മുഴുവനും തകർക്കപ്പെടുകയാണ്. ഗദരദേശത്ത് നമുക്കറിയാം, ഗദരദേശത്ത് യേശു കർത്താവ് ചെല്ലുമ്പോൾ അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. പുറത്താണ്, പക്ഷെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. ഒരു വലിയ കാരാഗ്രഹം അവനെ പിടിച്ചു. ഏതാണെന്നറിയാമോ? അശുദ്ധ ആത്മാവ്. അശുദ്ധ ആത്മാവ് അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അവന് പുറത്തു വരാൻ കഴിയത്തില്ല. കാരണം അവന്റെ ശരീരത്തിനകത്തിൽ ദുഷ്ടയാത്മാവ് വാസം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നത് ആമേൻ, നമ്മുടെ ശരീരത്തെ അടക്കി നിർത്തിയിരിക്കുന്ന, നമ്മുടെ ശരീരത്തെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ആമേൻ ഏതെങ്കിലും അശുദ്ധ ആത്മാക്കളുടെ ശക്തി ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയണം, കർത്താവേ ആമേൻ ഹല്ലേലൂയ, ആ അശുദ്ധ ആത്മാവിനെ പുറത്താക്കി എന്നെ ആ കാരാഗ്രഹത്തിനകത്തു നിന്നും റിമൂവ് ചെയ്യുന്ന, വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ഗെനസരേത്ത് തടാകത്തിന്റെ അപ്പുറത്ത് ആ മനുഷ്യൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. 6000 ഭൂതം ബാധിച്ചവനായിരുന്നു. 6000 ഭൂതം ബാധിച്ചവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. പക്ഷെ അവൻ ചങ്ങലകളെ തിരുമി ഉടയ്ക്കുവാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ പൊട്ടിയാലും അവന്റെ ശരീരം വിടുതൽ പ്രാപിക്കുന്നില്ല. കാരണം അവനെ ശരീരത്തിൽ നിന്നും ഭൂതം വിട്ടു പോയില്ല. പക്ഷെ യേശു കർത്താവിന്റെ എൻട്രി അവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിനകത്തു നിന്നും 6000 ഭൂതത്തെ 2000 ആക്കി പന്നിക്കൂട്ടത്തിനകത്തിലേക്ക് അയച്ച് എന്നേക്കുമായി കടലിന്റെ ആഴത്തിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ആമേൻ. ഭൂതഗ്രസ്തരും ആമേൻ ഹല്ലേലൂയ ചങ്ങലയ്ക്കകത്ത് അകപ്പെട്ട് കിടക്കും. അവന് ഒരു കാരാഗ്രഹത്തിനകത്തിലാണ്. നിങ്ങൾക്കറിയാം, ഒരു മെന്റൽ ബാധിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവനെ പൂട്ടിയിടും. അവനെയും അകത്ത് തന്നെയാണ് ഉള്ളത്. കാരണം അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് ലോകക്കാർക്ക് മുഴുവനും അറിയാം. ഇതുപോലെ തന്നെയാണ് കാരാഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിനകത്തിൽ കാരാഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും സമയങ്ങളിൽ നമ്മളെ ബന്ധിക്കപ്പെടുന്ന പൈശാചിക ശക്തികളാൽ നമ്മൾ അകത്തളത്തിൽ അകപ്പെട്ടു പോകും. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ആമേൻ ഹല്ലേലൂയ, അങ്ങനെ ഏതെങ്കിലും മേഖലയ്ക്കകത്തിൽ എന്റെ ആത്മീയതയോ എന്റെ ഭൗതികതയോ ആമേൻ ഹല്ലേലൂയ ബന്ധിക്കാൻ ശ്രമിക്കുന്ന കാരാഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരാഗ്രഹങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അതിനെ പൊട്ടിച്ച് പുറത്തു വരുവാൻ തക്കവണ്ണം ആത്മാവിൽ 1-2 നിമിഷങ്ങൾ ആ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. മുടക്കി കളഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടട്ടെ. ചില കാരാഗ്രഹങ്ങൾ ഇന്ന് പകൽപ്രഹം സമയം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ട് വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ചില കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 12-ാം അധ്യായം അതിന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം 10-ാമത്തെ വാക്യത്തില് പത്രോസ് യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അവർ 1-ാം കാവലും 2-ാം കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അവർക്കത് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ആമേൻ ഹല്ലേലൂയ. നമ്മൾ വായിച്ച കുറിവാക്യം ഇത് തന്നെയായിരുന്നു.
ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ദൂതന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ, ഒരു ദൂതന്റെ സംരക്ഷണം ഉണ്ടായപ്പോൾ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, അവനെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൂതന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ പ്രഭാത സമയത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ പറയപ്പെടുന്നു, ആമേൻ ഹല്ലേലൂയ, നീ പുറത്തു വരും, നീ പുറത്തു വരും. ആരൊക്കെ ഒതുക്കിയാലും, ആരൊക്കെ ആമേൻ ഹല്ലേലൂയ ബന്ധിച്ച് നിർത്തിയാലും അതിനകത്തു നിന്ന് പുറത്തു വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം 26-ാമത്തെ വാക്യത്തില് ആമേൻ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ സൃഷ്ടിച്ച ആമേൻ ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം സൃഷ്ടി ഇങ്ങനെയായിരുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് അറിയിപ്പിക്കുന്നു, ആമേൻ അടയ്ക്കപ്പെട്ട വാതിലുകളാണോ, ആമേൻ സ്തോത്രം, അതിനെ തുറക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ നിങ്ങളത് കണ്ണാൽ കാണും. ആമേൻ ഏതൊക്കെ രീതിക്കകത്തില് പ്രതിസന്ധികൾ വന്നാലും, ഏതൊക്കെ രീതികൾക്കകത്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ആ പ്രതികൂലങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം പോലെ തന്നെ അറിയിപ്പിക്കുന്നു. ഹല്ലേലൂയ. യോസഫിന് വേണ്ടി ആമേൻ തുറക്കപ്പെട്ട കാരാഗ്രഹം, പക്ഷേ ഒരു മനുഷ്യനെ ഒരിക്കൽ ആമേൻ ഒരു കാരാഗ്രഹത്തിനകത്ത് അടച്ചു. ജീവിതത്തിനകത്ത് കാരാഗ്രഹത്തിന് അടയപ്പെട്ട ആമേൻ വ്യക്തികൾ ഒത്തിരി പേര് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ദാനിയേൽ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചു. പക്ഷേ അന്ന് കാരാഗ്രഹത്തിനകത്ത് ആമേൻ ശത്രുക്കളും തനിക്ക് കൂടെയുണ്ടായിരുന്നു. പക്ഷെ തന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആമേൻ താൻ കണ്ട ദൈവത്തിന്റെ പ്രവൃത്തി താൻ അതിനകത്തു നിന്നും പുറത്തു വരുമെന്നുള്ളതായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ദാനിയേലിനെ വിടുവിച്ച ദൈവം, ദാനിയേലിനെ ആമേൻ കാരാഗ്രഹത്തിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ ശക്തമായിട്ടൊരു ദൂതിൽ അറിയിപ്പിക്കുകയാണ്. ആമേൻ ഏതൊക്കെ വലിയ സിംഹക്കൂട്ടിനകത്ത് നിന്നെ കൊണ്ടിട്ടാലും, ഏതൊക്കെ വലിയ പ്രതികൂലത്തിനകത്തൂടെ നീ കടന്നുപോയാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആമേൻ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ആമേൻ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലങ്ങൾ, ആമേൻ ഹല്ലേലൂയ അതിനെ മറികടക്കുവാൻ പ്രാർത്ഥനകൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അപ്പോസ്തലന്മാർ പാടി ആരാധിച്ചപ്പോൾ ആമേൻ ആമേൻ ഹല്ലേലൂയ ആ കാവലുകൾ അല്ലെങ്കിൽ അതിന്റെ കാരാഗ്രഹങ്ങൾ തുറക്കപ്പെട്ടുവെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ തുറക്കപ്പെട്ട വാതിലുകളുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പാടി ആരാധിച്ചപ്പോൾ തുറക്കപ്പെട്ട വാതിലുകളുണ്ട്. ആമേൻ ഹല്ലേലൂയ. പക്ഷേ ആമേൻ അത് അതിനകത്ത് ചെന്നപ്പോഴാണ്. പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ ഇരുന്ന് മുട്ടുമടക്കിയപ്പോൾ തനിക്കെതിരെ വന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ തന്നെ കടിച്ചു കീറി അവൻ എല്ലും കഷ്ണമാക്കുന്ന ഒന്ന് പ്രതീക്ഷയോടുകൂടി ആമേൻ ഹല്ലേലൂയ അകത്തേക്ക് പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിറങ്ങി അതിനെ തടുത്തു കളഞ്ഞു. ഇന്ന് പ്രഭാത സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഏതു വലിയ പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നു പോയിക്കോട്ടെ, ഏതു വലിയ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോയിക്കോട്ടെ, പക്ഷെ തമ്പുരാൻ പറയുകയാണ്, ഹല്ലേലൂയ ഞാൻ നിന്റെ കൂടെയുണ്ടോ. ആമേൻ വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു കാലത്തും ഒരു വിഷയത്തിനകത്തിൽ നീ ഭാരപ്പെടേണ്ടി വരത്തില്ല. കാരണം കർത്താവിന്റെ കരമാണ് കൂടെയുള്ളത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരുവനെ ഒരിക്കൽ ഒരു കാരാഗ്രഹത്തിനകത്തിൽ അടച്ചു, അതിനകത്തു നിന്ന് പുറത്തു വന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായിട്ടൊരു ദൂതിനെ ഞാൻ കൈമാറ്റം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നിന്റെ മുൻപിൽ തുറക്കപ്പെട്ട കാരാഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും ആ കാരാഗ്രഹങ്ങൾ അടയത്തില്ല. കാരണം ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അവർ 1-ാം കാവലും 2-ാമത്തതും കടന്നു. ആമേൻ ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോ പറയുകയാണ്, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ആമേൻ. നീ വസ്ത്രം പുതച്ച് നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അടുത്ത പദമാണ് പറയുന്നത്, അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്നത് ആമേൻ ഇരുമ്പുവാതിക്കലെത്തി അതവർക്ക് സ്വതവേ തുറന്നു.
ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഈ സൂം മീറ്റിംഗിൽ കയറി ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് നിറവിൽ വിളിച്ചു പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പട്ടണത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി സ്വതവേ തുറക്കപ്പെടാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. പട്ടണത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു. ഏറ്റവും കൂടിയ കനമുള്ള വാതിൽ, ഇരുമ്പ് വാതിൽ. ആമേൻ, അതിനെ എങ്ങനെ ഓപ്പൺ ചെയ്യും? അതിന് എന്റെ മുമ്പിൽ തുറക്കപ്പെടുമോ? അതിന് എന്റെ മുമ്പിൽ എന്തെങ്കിലും തുറന്നു വരുമോ എന്ന് പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ, വിലപിച്ചുകൊണ്ട് ആമേൻ നിൽക്കാനല്ല, ദൂതനിറങ്ങും, ദൂതനിറങ്ങും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൂതനിറങ്ങാൻ പോവുകയാണ്. ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലുകളെ കർത്താവ് തുറന്നു തന്നിരിക്കും. ആമേൻ, യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചെടുത്ത്, എല്ലാ ആമേൻ ആമേൻ അസ്തമിച്ചു നിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നു. ആമേൻ, ഏത് ബന്ധനത്തിന്റെ അവസ്ഥയിലാണോ കിടക്കുന്നത്, ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയിലാണോ കിടക്കുന്നത്, ആമേൻ, അതിനകത്തു നിന്ന് വിടുവിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ഓരോ വ്യക്തിയുടെ അകത്തേക്കും ആമേൻ ഇപ്പോൾ ആമേൻ, ഹല്ലേലൂയ, വ്യാപരിച്ചിറങ്ങട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഒറ്റ വാക്കൂടെ പറയുകയാണ്. ഒരു കല്ലറ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു. അദ്ദേഹം മരിച്ചതായിരുന്നു. പക്ഷേ മരിച്ച കല്ലറയുടെ മുൻപിൽ ആരും സീൽ വെക്കാറില്ല. ആമേൻ, അതിനെയും അവരൊരു കാരാഗ്രഹമാക്കി മാറ്റി. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. മരിച്ച ശരീരത്തെ ആമേൻ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചപ്പോൾ അതിന്റെ പുറത്തും അവർ സീല് വെച്ചു. എവിടെയാണോ കാരാഗ്രഹമുള്ളത് അതിന്റെ മുൻപിൽ എപ്പോഴും സീൽ ഉണ്ടായിരിക്കും, എന്ന് വെച്ചാൽ ലോക്ക് ഉണ്ടായിരിക്കും. മരിച്ചവനെ പോലും ആമേൻ ലോകം വിട്ടില്ല. മരിച്ച വ്യക്തിയായിരുന്നിട്ട് പോലും യേശു കർത്താവിനെ വിട്ടില്ല. കാരണം യേശു കർത്താവിന്റെ ഉള്ളിൽ യേശു കർത്താവിനോട് പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ വാഗ്ദത്തം മറ്റൊന്നുമില്ലായിരുന്നു, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പുറത്തു വരും. ആമേൻ, ഹല്ലേലൂയ. അത് മറ്റൊരു കാരാഗ്രഹമായിരുന്നു ജീവിതത്തിനകത്തില്, ലോകത്തിൽ മുഴുവനും. ആമേൻ, ഹല്ലേലൂയ. ഏതൊക്കെ കല്ലറകള് കൊണ്ടുവച്ചിട്ടുണ്ടോ അതിനകത്തെല്ലാം ആമേൻ ശവശരീരം വെച്ചു കഴിഞ്ഞാൽ സാധാരണ കല്ല് വെച്ച് ആമേൻ, ഹല്ലേലൂയ, അതിനെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കും. പക്ഷേ ഇതിനകത്ത് മാത്രം സംഭവിച്ചത് ഒരു ലോക്ക് വെച്ചു, അതിനുശേഷം അതിന് കാവലാളെയും നിർത്തി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏതൊക്കെ സ്ഥലങ്ങളിൽ കാരാഗ്രഹം അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ആമേൻ, സ്തോത്രം, അതിന്റെ മുൻപിൽ, കാരാഗ്രഹത്തിന്റെ മുൻപിൽ കാവലാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും കാവലാളെ ഏൽപ്പിച്ചു. മരിച്ചവനായിരുന്നിട്ട് പോലും ലോകം വിട്ടില്ല. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആമേൻ ദൈവമക്കളോട് പറയട്ടെ, എന്റെ ഹൃദയത്തിനകത്ത് വന്നൊരു ചിന്തയാണ് ഞാൻ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. മരിച്ചവനെ പോലും വിടാത്ത കാലഘട്ടമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ആമേൻ ഏത് പൂട്ടിനെയും പൊട്ടിക്കാൻ കഴിവുള്ള ഒരകത്ത് കിടപ്പുണ്ട്, ഒരുവനകത്ത് കിടപ്പുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ പുറത്തു വന്നവൻ. ആമേൻ, ആ നമ്മുടെ അകത്ത് വ്യാപരിക്കപ്പെടുമ്പോൾ ഏത് പ്രശ്നത്തിനകത്തിലും ഏത് പ്രതികൂലത്തിനകത്തും നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ, നീ പുറത്തു വരും. ആമേൻ, ഏത് കാരാഗ്രഹം നിന്നെ ലോക്ക് ചെയ്താലും നീ അതിനകത്തു നിന്ന് പുറത്ത് വന്നിരിക്കും. ആമേൻ. ആരൊക്കെ, അതിൽ രോഗമായിക്കോട്ടെ, അത് ദുഃഖമായിക്കോട്ടെ, അത് പ്രതിസന്ധി ആയിക്കോട്ടെ, സാമ്പത്തിക മേഖലയായിക്കോട്ടെ, ശുശ്രൂഷ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനകത്തു നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു സർവശക്തൻ നമ്മുടെ അരികിൽ തന്നെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറഞ്ഞേറ്റെടുത്താട്ടെ ഇന്ന് പ്രഭാതത്തിൽ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചില വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, എല്ലാ ചങ്ങലകളും അഴിയട്ടെ, എല്ലാ ലോക്കുകളും അഴിയപ്പെടട്ടെ, എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏതൊക്കെ മേഖലകൾക്കകത്ത് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ലോകം
ലോക്ക് ചെയ്യാൻ ശ്രമിച്ചോ, ആ ലോക്കിനെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ പൊട്ടിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ, എന്റെ മുൻപിലുള്ള ലോക്കുകൾ തകരട്ടെ. ആമേൻ. എന്റെ മുൻപിലുള്ള മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന എല്ലാ ലോക്കുകളും യേശുവിന്റെ നാമത്തിൽ അത് തകരപ്പെടട്ടെ. കർത്താവ് പ്രകാരം ചെയ്ത വലിയ കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോട് കേട്ടുത്തരമല്ലണം നല്ല പിതാവേ,